കാറ്റഗറി കാർഡ്സ് എടുക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. അവർക്കുള്ളൊരു വീഡിയോ ആണിത്. കാറ്റഗറി കാർഡ്സ് ബേസിക്കലി മീനിങ് ചെയ്യുന്നത് ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചൊരു വണ്ടിക്കാണ് കാറ്റഗറി ഇവിടെ കൊടുക്കുന്നത്, റിട്ടേൺ ഓഫ് ആയ വണ്ടികൾക്കും. സോ അത് ബേസിക്കായിട്ട് വരുന്നത് കാറ്റഗറി എസ്സും കാറ്റഗറി എന്നും ആണ്. സോ ഒരു കാറ്റഗറി വണ്ടി എടുക്കാമോ, കാറ്റഗറി വണ്ടി എടുത്താൽ നമുക്ക് അതിനകത്ത് എന്താണ് ബെനിഫിറ്റോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരുന്നു. സോ നിങ്ങളൊരു 2000 പൗണ്ടിൽ താഴെ വരുന്നൊരു വണ്ടിയുടെ കാര്യമായിരിക്കില്ല ഇവിടെ സംസാരിക്കുന്നത്. 2000 പൗണ്ടിന് മേലെ വരുന്ന ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാറ്റഗറി ആണോ കാറ്റഗറി അല്ലേ എന്നൊക്കെ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു ആശങ്ക. സോ ഇതിനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു UK ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് അതിൻ്റെ MOT ചെയ്യേണ്ട ആവശ്യമില്ല. 3 വർഷം വരെ MOT ചെയ്യാതെ 3 വർഷത്തിന് ശേഷമാണ് ഫസ്റ്റ് MOT വരുന്നത് ബേസിക്കലി. സോ നിങ്ങളൊരു 3 വർഷത്തിനുള്ളിൽ ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ 3 വർഷത്തിന് താഴെയുള്ള വണ്ടികൾക്കാണ് ഈ കാറ്റഗറി കൊണ്ട് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഒരു ബെനിഫിറ്റ് സംഭവിക്കുന്നത്. സോ നിങ്ങളൊരു 3 വർഷത്തിൽ താഴെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നു, യൂസ്ഡ് കാർ ചൂസ് ചെയ്യുന്നു. അതിനൊരു 15000 പൗണ്ടാണ് മാർക്കറ്റ് വാല്യൂ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. HP ക്ലിയർ ആയിട്ടുള്ള വണ്ടികൾ. സെയിം വണ്ടി നിങ്ങൾക്ക് ഒരു കാറ്റഗറി വണ്ടിയാണെങ്കിൽ, സെയിം കാറ്റഗറി സെയിം മോഡൽ വണ്ടികളാണെങ്കിൽ, 3 വർഷത്തിൽ താഴെയുള്ള വണ്ടികൾ ഒരു കാറ്റഗറി വണ്ടിയാണെങ്കിൽ 15000 പൗണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നേർ പകുതിക്ക്, അതായത് ഒരു 7500-8000 പൗണ്ടിന് നിങ്ങൾക്ക് കാറ്റഗറി കാർ നിങ്ങൾക്ക് കിട്ടും. സോ അവിടെയാണ് കാറ്റഗറി കാറുകളുടെ ഒരു യഥാർത്ഥ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാറ്റഗറി വരുന്നത്. സോ ഒരു കാറ്റഗറി വണ്ടി നിങ്ങൾ എടുത്താലുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അത് 3 വർഷത്തിൽ താഴെയുള്ള വണ്ടികൾക്കായിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് സംഭവിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് നിങ്ങളൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം 10 വർഷം പഴക്കമുള്ള വണ്ടി, ഒരു കാറ്റഗറി വണ്ടി എടുക്കുമ്പോൾ നിങ്ങളത് റാൻഡമായിട്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിപ്രിസിയേഷനിലാണ് നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നത്. സോ നിങ്ങൾ കൊടുക്കാൻ നേരത്തും നിങ്ങൾക്ക് ഈ സെയിം ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും, അതായത് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇവിടെയുള്ള വ്യക്തികൾ ഒരിക്കലും കാറ്റഗറി കാർസ് ചൂസ് ചെയ്യത്തില്ല. നിങ്ങൾക്കത് വിൽക്കാനും നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേക്കാം. സോ കൺക്ലൂഡിങ്, നിങ്ങളൊരു കാറ്റഗറി കാർ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു വണ്ടി ഒത്തു വന്നു എന്നുണ്ടെങ്കിൽ അത് കാറ്റഗറി കാർ ആണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. നിങ്ങളൊരു ലോങ് ടൈം, അതായത് നിങ്ങളൊരു 3500, 4000, 5000 പൗണ്ടിൽ താഴെയുള്ളൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ, 2000 to 5000 പൗണ്ടിൽ താഴെയുള്ള ഒരു കാറ്റഗറി വണ്ടിയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വണ്ടി എടുത്തു, നിങ്ങളൊരു ലോങ് ടൈമിനാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി എടുക്കുക. ലോ മൈലേജ് ആയിരിക്കാം കാറ്റഗറി കാറുകൾക്ക്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2-3 വർഷം കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ആരും വാങ്ങാൻ വരാത്തൊരു സ്ഥിതിഗതികൾ വന്നേക്കാം. സോ ഇത്തരം കാര്യങ്ങൾ, 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളൊരു ഈ കാറ്റഗറി വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചില ഇൻഷുറൻസ് കമ്പനികൾ, എൻ്റെ പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ അറിവിൽ അങ്ങനെ കൊടുക്കാതിരുന്നൊരു സംഭവം കണ്ടിട്ടില്ല, പക്ഷേ ചില കമ്പനികൾ കൊടുക്കാതിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ ഹൈ ഇൻഷുറൻസ് വാല്യൂ, അതായത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഒരു പരിധി വരെ അത് ശരിയുമാണ്. സോ കാരണം ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി വന്നു, സോ ഇനിയും നിങ്ങൾക്ക് അതൊരു വണ്ടി ആക്സിഡൻറ്റ് ഹിസ്റ്ററിപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവർ അതേ മിസ്റ്റേക്കുകളോ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനികൾ വിലയിരുത്തും. നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കൂടിയേക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ്, ജെനുവിനായിട്ടുള്ള അൺകട്ട് വീഡിയോസ് ഇനിയും ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.